ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന ബൈബിൾ പഠന വിചിന്തന പരമ്പരയിലേക്ക് സ്വാഗതം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളിലൂടെ എന്തു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് നമ്മൾ പരമ്പരയിലൂടെ നടത്തുന്നത്. പഴയ നിയമത്തിലെ അനേകം അത്ഭുതങ്ങൾ പഠന വിഷയമാക്കി അതുപോലെ സമാന്തര സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 അടയാളങ്ങൾ അഥവാ 8 അടയാളങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. 8-ാമത്തേത് 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നതാണ്, വ്യത്യസ്തമാണ്. എന്നാലും യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള ഒരു അത്ഭുതം തന്നെയാണത്. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷം 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട് എന്നും 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമെന്നും 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകമെന്നും ആണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആദ്യത്തെ ഭാഗത്ത് 7 അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. അതിൽ ആദ്യത്തേതായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് യേശു വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചത്. ശിഷ്യന്മാർ അത് കണ്ട് വിശ്വസിക്കുകയും ചെയ്തു. 2-ാമത്തെ അടയാളം 4-ാമത്തെ അധ്യായത്തിൽ കാണുന്ന രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. അത് 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഇതുമായി സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം നമ്മൾ സമാന്തര സുവിശേഷങ്ങൾ പഠിച്ചപ്പോൾ കണ്ടതായിരുന്നു. അവിടെ ഇതിനെ സൂചനയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. 3-ാമത്തെ അടയാളമായിട്ട് യോഹന്നാൻ എടുത്തു കാണിക്കുന്നത് ബെത്സസ്തായിലെ രോഗശാന്തിയാണ്. തളർവാദ രോഗിയായ ഒരു വ്യക്തിക്ക് യേശു നൽകുന്ന സൗഖ്യമാണ്. അത് 5-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു അടയാളമാണ്. ഈ പ്രവർത്തനം ഒരു സുഖപ്പെടുത്തലാണ്, സൗഖ്യം നൽകലാണ്. പക്ഷേ ആ സൗഖ്യം നൽകിയതിന് ശേഷം അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന, വിശദമാക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ചോദ്യോത്തരങ്ങളായിത്തീരുന്നു, അത് സംഘട്ടനമായിത്തീരുന്നു. അവസാനം യേശുവിനെ നശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നതാണ് ഈ സംഭവം. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 3-ാമത്തെ അടയാളം അത് ജെറൂസലമിൽ വെച്ചാണ് സംഭവിച്ചത് എന്നുകൂടി ഓർക്കുക. ഞാൻ ആദ്യമേ ഈ ഭാഗം ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലമിലേക്ക് പോയി. ജെറൂസലമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത് സഥ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദ രോഗിക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അവൻ അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമെടുക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഇതാണ് സംഭവത്തിൻ്റെ ആദ്യ ഭാഗം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. 2-ാം ഭാഗം നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ആദ്യത്തെ തന്നെ സാഹചര്യം എടുത്തു പറയുന്നു. ഏതിനു ശേഷമാണ് ഈ രാജസേവകനെ സുഖപ്പെടുത്തിയതിനു ശേഷമാണ്. രാജസേവകനെ സുഖപ്പെടുത്തുന്നത് കാനായിൽ വെച്ചാണ്. രാജസേവകൻ കഫർനാവിലാണ്, യേശു കാനായിലാണ്. അവിടെ വെച്ചാണ് സൗഖ്യം നടത്തുക. അപ്പോൾ ഇതിനു മുമ്പ് കണ്ട സംഭവം കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കുന്നു. അതിനുശേഷം വെച്ച് ജെറൂസലമിലേക്ക് പോയി. അവിടെ വെച്ചാണ് ജെറൂസലം ദേവാലയ ശുദ്ധീകരണം നടക്കുക. വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ആദ്യം കാനായിൽ സംഭവിച്ചു, ജെറൂസലത്തേക്ക് പോയി തിരിച്ചു വന്നു, വീണ്ടും കാനായിൽ വെച്ച് അത്ഭുതം. ഇപ്പോൾ ഇതിന് ശേഷമാണ് യേശു വീണ്ടും ജെറൂസലത്തേക്ക് പോവുക. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലമിലേക്ക് പോയി. ആദ്യത്തെ തിരുനാൾ പെസഹ തിരുനാളായിരുന്നു. ആ പെസഹ തിരുനാളോടനുബന്ധിച്ചാണ് യേശു ദേവാലയത്തിൽ പ്രവേശിക്കുന്നതും അവിടെ ക്രയവിക്രയം ചെയ്യുന്നവരെ അടിച്ചു പുറത്താക്കുന്നതും. ഇപ്പോൾ 2-ാമത്തേത് ഏതു തിരുനാളാണ് എന്ന് സുവിശേഷം പറയുന്നില്ല. പക്ഷേ ഇത് പന്തക്കുസ്ത തിരുനാളായിരിക്കും എന്നാണ് പൊതുവെ കരുതുക. യഹൂദരുടെ പ്രധാനപ്പെട്ട 3 തിരുനാളുകളാണുള്ളത്. ഒന്ന് പെസഹ തിരുനാൾ. അത് ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചു കൊണ്ടുവന്നതിൻ്റെ അടയാളമാണ്. അത് ഈജിപ്തുകാരുടെ ആദ്യാതന്മാരെ വധിച്ച സംഹാരദൂതൻ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ തൊടാതെ കടന്നുപോയി, പാസ്റ്റ് ഓവർ. അതുപോലെ തന്നെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടൽ കടന്നു പോകുന്നു. അവിടെയും പാസിംഗ് ഓവർ, കടന്നുപോകലാണ്. ഈ കടന്നുപോകലിനാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ തന്നെയാണ്. അപ്പോൾ ദൈവം അവർക്ക് നൽകിയ വിമോചനത്തിൻ്റെ അടയാളമാണ് ഈ കടന്നുപോകൽ. അതുമായി എൻ്റെ അടുത്ത പ്രധാനപ്പെട്ട തിരുനാളാണ് പന്തക്കുസ്ത തിരുനാൾ. പന്തക്കുസ്ത എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ പന്തവുമായി ബന്ധമൊന്നുമില്ല. പെന്തേ കോസ്തേ എന്ന 2 വാക്കുകളാണ് പന്തക്കുസ്ത എന്ന് പറയുക. പെന്തേ കോസ്റ്റ് എന്ന് പറയുകയാണ്. പെന്തേ എന്ന് പറഞ്ഞാൽ
5 ആണ് പെന്തക്കോസ്ത് 50-ാമത്തെ തിരുനാൾ, പെന്തക്കോസ്തെ 50-ാം തിരുനാൾ എന്ന് പറയും. എന്തിൻ്റെ 50-ാം തിരുനാളാണ്? ഇപ്പോൾ യഹൂദരെ സംബന്ധിച്ച് പെസഹായുടെ 50-ാം തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ പെസഹ തിരുനാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് ജെറൂസലത്തേക്ക് വരുന്നവർ സാധാരണ പെന്തക്കോസ്ത തിരുനാളും കഴിഞ്ഞേ പോകാറുള്ളൂ. അപ്പോൾ പെന്തക്കോസ്ത തിരുനാൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് 50-ാം തിരുനാളാണ്. അത് സീനായി ഉടമ്പടിയുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസവുമായിരുന്നു. പെസഹ തിരുനാൾ കടന്നുപോകലിൻ്റെ പെസഹ ബലിയുടെ ഓർമ്മയാണെങ്കിൽ പെന്തക്കോസ്ത തിരുനാൾ സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടിയുടെ അവിടെ അനുസ്മരണമാണ്. ആദ്യത്തേത് ഇസ്രായേലിന് മോചനം നൽകുന്നു, രണ്ടാമത്തെ ഇസ്രായേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നതാണ് പെന്തക്കോസ്ത് തിരുനാൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട തിരുനാൾ കൂടാര തിരുനാളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് കാണും. ഈ പെന്തക്കോസ്ത് തിരുനാളുമായി ബന്ധപ്പെടുത്തിയായിരിക്കണം എന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ കരുതുന്നു. ഒരു തിരുനാളിന് യേശു ജെറൂസലമിലേക്ക് പോയി. ജെറൂസലമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്ത് സദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ടായിരുന്നു. ജെറൂസലം 7 കവാടങ്ങളുണ്ട്. അതിലൊരു കവാടം അജകവാടം എന്നാണ് പറയുക. ആടുകളെ ബലിയർപ്പിക്കാൻ വേണ്ടി ആടുകളെ കടത്തിക്കൊണ്ടുവരുന്നുകൊണ്ടായിരിക്കും അജകവാടം എന്ന പേരുണ്ടായത്. അവിടെയുള്ള ഒരു കുളത്തിന് പറയും, ആ കുളത്തിന് ബെത്ത് സദ എന്നാണ് പേര് കൊടുക്കുക. ബെത്ത് സദ എന്നും ബെതെസ്ദ എന്നും പറയാറുണ്ട്. ബെത്ത് സൈദ വ്യത്യാസമുണ്ട്. ബെത്ത് സൈദ കഫർനാമിനടുത്തായിട്ട് ഗലീലി തടാകത്തിലൊരു പട്ടണമാണ്. അവിടുന്നാണ് യാക്കോബും യോഹന്നാനും ഒക്കെ വരുന്നത്. അവരുടെ ജന്മസ്ഥലമാണ് ബെത്ത് സൈദ. ഇത് ബെത്ത് സദ എന്നോ ബെത്ത് എസ്ദ എന്ന് പറയും. ബെത്ത് സദ എന്ന് പറഞ്ഞാൽ ഒലിവ് തോട്ടം ത്തിൻ്റെ കുളമെന്ന്, ഒലിവ് കുളം, ഒലിവത്തിൻ്റെ കുളം. കാരണം ചുറ്റുപാടും ഒലിവ് തോട്ടം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം അതിന് ബെത്ത് സദ എന്ന് പേര് കൊടുത്തത്. അല്ല ബെത്തെസ്ദ എന്ന് പറയാനുണ്ട്. രണ്ടും സാധ്യതയുള്ളതാണ്. ബെത്തെസ്ദ എന്ന് പറയുമ്പോൾ ബേത്ത് ഹെസദ് എന്ന 2 വാക്കുകൾ കൂട്ടിച്ചേർത്തതാണ്. ബേത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട്, ബെത്ലഹേം. അതേസമയം ഹെസദ് എന്ന വാക്കിന് അർത്ഥം സ്ഥിര സ്നേഹം, അചഞ്ചല സ്നേഹം എന്നാണ്. അപ്പോൾ സ്ഥിര സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്ന സ്ഥിര സ്നേഹം, അചഞ്ചല സ്നേഹം, അതിനെ കരുണയെന്നും വിശ്വസ്തതയെന്നും ഒക്കെ വിശേഷിപ്പിക്കാം. അപ്പോൾ കരുണയുടെ കുളം എന്ന് വേണ്ടി വിശേഷിപ്പിക്കാം. ബെത്തെസ്ദ, കൃപയുടെ കരുണയുടെ കുളം. ആ വാക്ക് ഇവരുടെ അർത്ഥമത്താകും. കാരണം കരുണയുടെ കവാടത്തിൽ കാവൽ കിടക്കുന്ന വ്യക്തി 38 വർഷമായിട്ടും ആരുടെയും കരുണ കിട്ടാതെ നിരാശനായി കഴിഞ്ഞൊരു സാഹചര്യമാണ്. അതെ, ബെത്തെസ്ദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾ ജെറൂസലം കാണാം. ആ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് രോഗികൾ കിടക്കുന്നത്? ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ കുളത്തിലെ വെള്ളത്തിൽ ദൈവദൂതൻ പലപ്പോഴും കുളത്തിലെ വെള്ളം ഇളക്കും. ആ കുളത്തിലെ വെള്ളം ഇളക്കി കഴിയുമ്പോൾ ആദ്യമായിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങുന്നവന് എല്ലാ രോഗവും മാറി കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദൈവദൂതൻ വന്ന് കുളമിളക്കുന്നതാണ് അല്ലെങ്കിൽ കുളത്തിൽ നീറുറവ് കൂട്ടുന്നതാണ്, എന്തുമാവട്ടെ, കുളത്തിലെ വെള്ളം ഇളകി കഴിയുമ്പോൾ ആദ്യമായിട്ട് കുളത്തിലിറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിക്കും. അങ്ങനെ ആദ്യം കുളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് മത്സരിച്ച് നിൽക്കുന്ന ഒരുപാട് രോഗികളുടെ ഉണ്ടായിരുന്നു. ഇതാണ് സാഹചര്യം. സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന വ്യക്തി, സൗഖ്യം കിട്ടാത്ത വ്യക്തി. അനേകം രോഗികൾ അവിടെ 38 വർഷമായി രോഗിയായി ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം. എന്താണ് 38 പ്രത്യേകത? ദീർഘമായ കാലമാണ്. അതേസമയം ബൈബിളിലെ 38 വർഷത്തിൻ്റെ സവിശേഷതയുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും. നാം കാദേശ് ബർണേയയിൽ നിന്ന് പുറപ്പെട്ട് സേറദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. സീനാമലയിൽ നിന്ന് പുറപ്പെട്ട് കാദേശ് ബർണേയയിൽ വെച്ച് കലാപത്തിന് മുതിർന്ന കാനാൻ ദേശം കൈയടക്കാൻ യുദ്ധം ചെയ്യാൻ പോകാൻ വിസമ്മതിച്ച ജനം പിന്നീട് 38 വർഷം മരുഭൂമിയിലൂടെ 40 പറയാറുണ്ട്, പക്ഷേ കൃത്യമായിട്ട് പറയുമ്പോൾ 38 വർഷമാണ് ഈ കാദേശ് ബർണേയയിൽ നിന്ന് സേറദ് അരുവി കടക്കുന്നതുവരെയുള്ള ആ കാലഘട്ടം. 38 വർഷം ദീർഘമായൊരു കാത്തിരിപ്പിൻ്റെ കാലമാണ്. വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവിടെ ഒരുപാട് ക്ലേശങ്ങളുണ്ട്. മരുഭൂമിയിലെ യാത്രയാണ്. അപ്പോൾ മരുഭൂമിയിലെ വാസം ആ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ 38 വർഷത്തെ കാത്തുകിടപ്പ്. ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയെ പ്രതീക്ഷിച്ച് കഴിഞ്ഞതുപോലെ ഈ മുടന്തനായ മനുഷ്യൻ, തളർവാദം ബാധിച്ചവൻ 38 വർഷമായി കാത്തുകിടക്കുകയാണ്. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത് യേശു കണ്ടു എന്നതിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യേശു മറ്റാരെയും കണ്ടില്ലേ? തീർച്ചയായിട്ടും കണ്ടു. അപ്പോൾ ഈ രോഗിയെ കാണുന്നതിന് പ്രത്യേകതയുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇയാളെ മാത്രം കാണുന്നു? അനേകം രോഗികൾ അവിടെ ഉണ്ടല്ലോ. പക്ഷേ ഈ രോഗി 38 വർഷമായി കിടക്കുന്നവരാണ്. എൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചവനാണ്, ഒരിക്കലും രക്ഷയുണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ കഴിഞ്ഞ വ്യക്തി, അവൻ്റെ മാനസിക അവസ്ഥ യേശു കണ്ടു. അവനോട് അലിവ് തോന്നി.
അവൻ കണ്ടു. അവനെ കണ്ടവർ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു അറിഞ്ഞു. അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ വെള്ളമിളകുമ്പോൾ കുളത്തിലിറങ്ങാൻ സാധിക്കുന്നു, സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കാലം കഴിഞ്ഞു, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, നിരാശയപ്പെട്ടു പോയ വ്യക്തിയാണ്. ഇനി ഒന്നിനും സാധ്യതയില്ല, ഇനി ഒന്ന് മാത്രമേ കാത്തിരിക്കാനുള്ളൂ, മരണം. അപ്പം നിരാശയിൽ ആണ്ടുപോയ ഈ മനുഷ്യന് യാതൊരു പ്രത്യാശയുമില്ലാത്ത സാഹചര്യത്തിൽ യേശു ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അത് അയാൾ കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. ആഗ്രഹമുണ്ടോ എന്നോ ഇല്ലെന്നോ അവർ പറയുക. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. യേശു ചോദിച്ചത് അതല്ല, നിനക്കാരെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിച്ചു, നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ പോലും മറന്ന് അത് സ്വീകരിക്കാൻ സാധ്യത, ആരെങ്കിലും എന്നെ സഹായിക്കാതെ എനിക്ക് ഇവിടുന്ന് എണീറ്റ് പോകാൻ സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണവൻ. എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു സാധ്യതയുമില്ല, ആരെങ്കിലും സഹായിക്കണം, പക്ഷേ ആരും എന്നെ സഹായിക്കാനുമില്ല. ഈ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. നേരത്തെ സൂചിപ്പിച്ചു, വെള്ളമിളകുമ്പോൾ ആദ്യമായിട്ട് കുളത്തിലിറങ്ങുന്നതിന് മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മത്സര ഓട്ടത്തിൽ എനിക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുന്നില്ല. നിരാശയിലാണ്ടുപോയ പ്രത്യാശയില്ലാത്തൊരു മനുഷ്യൻ്റെ പ്രതീകമാണിവിടെ. യേശു പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക, യേശുവിൻ്റെ വാക്ക് മാത്രമേ ഉള്ളൂ. യേശു അവനെ തൊടുന്നില്ല, അവൻ്റെ യാതൊന്നും ചെയ്യുന്നില്ല. ആദ്യം ചോദിച്ചു, നിനക്ക് ആഗ്രഹമുണ്ടോ? അത് അവൻ വ്യക്തമായിട്ട് പറയാൻ സാധിച്ചില്ല. പക്ഷേ യേശു പറഞ്ഞു, എണീറ്റ് നടക്കുക. അവൻ തൽക്ഷണം എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടന്നു. ഇതാണ് തുടക്കം. ഇവിടെ അവസാനിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഇതിലൂടെ നൽകുന്ന ഒരു പാഠമുണ്ട്. എത്ര തവണ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടാതിരിക്കുക. നിരാശയിൽ ആണ്ടുപോകാൻ ദൈവം അനുവദിക്കില്ല. നിനക്ക് പ്രത്യാശ ഉണ്ടാകണം. പ്രത്യാശയിലാണ് രക്ഷ എന്ന് പറയും, പ്രത്യാശ. അതുപോലെ തന്നെ ചോദിക്കുക, മറ്റാരും എന്നെ സഹായിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. നിനക്കെന്ത് ചെയ്യാൻ കഴിയും? യേശു പറഞ്ഞു, നിനക്ക് സാധിക്കും. എൻ്റെ ഉള്ളിലേക്ക് കടക്കുക, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തി എന്ന് നിക്ഷേപിച്ചിരുന്ന ശക്തി മനസ്സിലാക്കുക. മറ്റാരുടെ സഹായം തേടാൻ പോകുന്നതിന് മുമ്പേ സ്വന്തം ശക്തി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആ സ്വന്തം ശക്തി ദൈവം നൽകിയ ശക്തിയാണ്. നിനക്ക് ആഗ്രഹം ഉണ്ടാകണം, നിനക്ക് സാധിക്കും എന്ന ബോധ്യം ഉണ്ടാകണം. ഇപ്പോൾ ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. തളർന്നു പോകുന്നവനെ, തകർന്നു പോകുന്നവനെ കൈകൊടുത്ത് ഉയർത്തുന്ന, നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കും, ആന്തരിക ശക്തി ഉണർത്തുന്നതാണ്. ഇതാണല്ലോ യാക്കോബിന് സംഭവിച്ചത്. യാക്കോബ് ഭീരു എന്നാണ് അവൻ്റെ വാക്കിനർത്ഥം. കാലുവാരി എന്ന് പറയും. മറ്റൊരുവൻ്റെ സ്ഥാനം കരസ്ഥമാക്കുന്നവൻ. ജീവിതം മുഴുവൻ എപ്പോഴും അവൻ്റെ കാലിനായിരുന്നു ബലം, ഓട്ടമായിരുന്നു അവൻ്റെ ശക്തി. ഭയമുണ്ട്, സൂത്രശാലിയാണ്, എല്ലാവരെയും കബളിപ്പിക്കും, വഞ്ചിക്കും. പക്ഷേ ഉള്ളിൽ നിറഞ്ഞ ഭയം, ഓട്ടം. ഓടി ഓടി അവസാനം ലാബാൻ്റെ അടുത്ത് തിരിച്ചു വരുന്നു. യാബോക്ക് നദിയുടെ പടിഞ്ഞാറേ കരയിലേക്ക് കുടുംബത്തെ മുഴുവൻ മാറ്റി കിഴക്കേ കരയിൽ യാക്കോബ് നിൽക്കുകയാണ്. കാരണം പടിഞ്ഞാറ് നിന്ന് ഏസാവ് വരുന്നു എന്ന് കേട്ടു. ഏസാവ് 400 പടയാളികളുമായി കാണാൻ വരുന്നു കേട്ടപ്പോഴേക്കും ഭയന്ന് യാക്കോബ് ഇനിയും ഓടാനായിട്ട് ആഗ്രഹിച്ച് തീരുമാനിച്ച് കച്ച കെട്ടിയിരിക്കുകയാണ്, ഉറങ്ങാൻ കിടന്നു. അവിടാണ് അപ്രതീക്ഷിതമായി ഒരാൾ അവനുമായി രാത്രി മുഴുവനും യുദ്ധം ചെയ്തു, അവനെ കീഴടക്കാനായിട്ട്. ഇപ്പം മരണഭീതിയിൽ അകപ്പെട്ട യാക്കോബ് ശക്തമായി തിരിച്ചടിച്ച് യുദ്ധം ചെയ്തു. അവൻ്റെ ഉള്ളിലുള്ള ശക്തി ഉണർന്നു. അവൻ ദൈവത്തോട് പോരടിച്ച് ജയിച്ചു എന്നാണ് പറയുക. അങ്ങനെ ഇസ്രായേൽ എന്നൊരു പേര് കിട്ടി. അപ്പോൾ ഉള്ളിൽ ഉറങ്ങുന്ന ശക്തിയെ ഉണർത്തുന്നതാണ് യാക്കോബിൻ്റെ അനുഭവം. അത് തന്നെയാണ് യേശു ഇവിടെയും പറയുക. എണീറ്റ് നടക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നിനക്ക് സാധിക്കും. എൻ്റെ ഉള്ളിലുള്ള ഈ ശക്തി, ദൈവം നൽകുന്ന ശക്തി, അത് ഞാൻ കണ്ടെത്തണം. വിശ്വാസത്തിൻ്റെ ശക്തി, പ്രത്യാശയുടെ ശക്തി, ദൈവം നൽകുന്ന ശക്തി. എണീറ്റ് നടക്കുക. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല, എണീറ്റു നടന്നു. ഈ സംഗതി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആന്തരിക ശക്തി നൽകുന്നവനാണ്. എൻ്റെ ഇല്ലായ്മയിലേക്ക് കാനായിലെ കല്യാണ വിരുന്നിലെ ശൂന്യമായ കൽപ്പനകളിലേക്ക് വെള്ളം നിറച്ചതിന് പുതുവീഞ്ഞാക്കിയതുപോലെ ഇവിടെ 38 വർഷമായി തടന്നു കിടക്കുന്ന വ്യക്തിയിൽ പ്രത്യാശ ശക്തി നിറയ്ക്കുന്ന യേശുവിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ പ്രതികരണം എന്താണ്? എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പോൾ ഈ അത്ഭുതത്തിൻ്റെ 2ാം ഭാഗം ഇപ്രകാരമാണ് കാണുക. 10-13 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താണ്, ആകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട് ഈ ചോദ്യം ചെയ്യുമെന്ന് ചോദിക്കാം.
ഇങ്ങനെ തളർവാദ രോഗിയായി കിടന്ന് 38 വർഷം തളർവാദ രോഗിയായി കിടന്ന വ്യക്തി സുഖം പ്രാപിച്ചപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ല. ഇവിടെ മതത്തിൻ്റെ ഒരു വഴിതെറ്റിയ വ്യാഖ്യാനം, മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്ന, ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കേണ്ട മതം എങ്ങനെ അടിച്ചമർത്തുന്ന, മനുഷ്യനെ അടിമയാക്കുന്ന ഒരു ഭീകര ശക്തിയായി മാറുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായിട്ട് കണക്കാക്കുന്നതാണ് സാബത്ത് നിയമം. അതിൻ്റെ ഉദ്ദേശം നമ്മൾ കാണുകയുണ്ടായി ഒരിക്കലും. സാബത്തിൻ്റെ അർത്ഥം വിശ്രമമാണ്. അധ്വാനിക്കുന്ന മനുഷ്യന് വിശ്രമം ആവശ്യമാണ്. നീ ഈജിപ്തിൽ അടിമകളായിരുന്നു നിനക്ക് ഞാൻ മോചനം നൽകി, അതുകൊണ്ട് നിൻ്റെ അടിമകൾക്ക് നീ വിശ്രമം നൽകണം. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കാനുള്ള അധ്വാനിക്കുന്നവൻ്റെ അവകാശമാണ്. കാറ്റ പോലെ സാബത്ത് അപ്പോൾ പക്ഷേ സാബത്തിൻ്റെ വിശദീകരണം ഫരിസേയുടെ ദൂരികയിലൂടെ, നിയമജ്ഞരുടെ ദൂരികയിലൂടെ കടന്നു വന്നപ്പോഴേക്കും മനുഷ്യന് താങ്ങാനാവാത്ത ചുമടായി മാറി. ഭാരമേറിയ ചുമട് മനുഷ്യന് വെച്ചു കൊടുക്കുന്ന ഫരിസേയ നിയമജ്ഞ വ്യാഖ്യാനം. അവിടെ സാബത്ത് മനുഷ്യന് ഭാരമായി മാറുകയാണ്. ഇന്ന് സാബത്താണ് കിടക്കെടുക്കാൻ പാടില്ല, എന്തൊക്കെ ചുമടാണ് വഹിക്കാവുന്നത്, ഇന്ന് മാത്രം യാത്ര ചെയ്യാവുന്നതൊക്കെ വളരെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾക്ക് കിടക്കയെടുത്ത് നടക്കാനുണ്ട് യാതൊരു അവകാശവുമില്ല, പാടില്ല, അത് തെറ്റാണ്. അപ്പോൾ ഈ പറയും എന്നെ സുഖപ്പെടുത്തിയവനാണ് പറഞ്ഞത്. അപ്പോൾ അവനറിയില്ല ആരാണ് അവനെ സുഖപ്പെടുത്തിയത്, യേശു ആരാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവനെ ചോദ്യം ചെയ്യുന്നു. ഇവിടെ അവസാനിക്കുന്നില്ല. താൻ കിടക്കയെടുത്ത് നടക്കും തെറ്റാണെന്ന് അവന് ബോധ്യമില്ല. കാരണം അവനെ സുഖപ്പെടുത്തിയത് ആരാണെന്നറിയില്ല, എന്നാലും അവൻ പറഞ്ഞുകൊണ്ടാണ്. അടുത്ത പടി നോക്കൂ, 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോലെയാണ് വരിക. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവൻ പാപം ചെയ്തുകൊണ്ടാണോ ഇവന് തളർവാദം ബാധിച്ചത് എന്നർത്ഥമാകുന്നില്ല. ശാരീരികമായ ഈ തളർവാദത്തെക്കാൾ വലിയ ഭീകരമായ മരുന്ന് സംഭവിക്കാം പാപം വഴി. നിത്യമായ നാശമായിരിക്കാം. നിത്യനാശം സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ മേലിൽ പാപം ചെയ്യരുത്. അതുകൊണ്ട് അടുത്തപടി എന്താണ്? അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് യഹൂദരെ അറിയിച്ചു. അവൻ യേശുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അവൻ പോയി യേശുവാണ് തന്നെ സൗഖ്യം നൽകിയത് എന്നറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ യേശുവാണ് സുഖപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ യേശു സാബത്ത് ലംഘിക്കുന്ന ഒരു ആരോപണമായിട്ട് വരുമ്പോഴേക്കും യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തന നിരതനാണ്. ഇപ്പോൾ ഈ നൽകിയ സൗഖ്യം വലിയൊരു വെളിപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ് യേശുവിടെ പ്രവർത്തിച്ചത്. സൗഖ്യം നൽകുന്ന, ജീവൻ നൽകുന്ന, ശക്തി നൽകുന്ന ആ സാന്നിധ്യം, ദൈവിക സാന്നിധ്യമാണ് യേശുവിടെ പ്രകടമാകുന്നത്. പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കും. അപ്പോൾ സാബത്ത് വിശ്രമം എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയനായിട്ടിരിക്കുകയല്ല, മനുഷ്യന് ജീവൻ നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന പ്രവർത്തനമായിരിക്കണം. പക്ഷേ ഇവിടെ കളം മാറുകയായി, ആകപ്പാടെ സംഘട്ടനത്തിൻ്റെ ദിശ മാറുകയായി. ഇതുമൂലം 18-ാം വാക്യം ഒരു ക്ലൈമാക്സ് പോലെയാണ് വരിക. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. പലരും ചോദിക്കാറുണ്ട്, ബൈബിളിൽ എവിടെയാണ്, ഇന്നൊരാളിനോട് ചോദിച്ചു, ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴും ചോദിക്കുക, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എണിച്ചു കാണിക്കുക. അവനെ അവർ വധിക്കാൻ കാരണം സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. യേശു ദൈവത്വം അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഇവിടെയുണ്ട്. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. പിതാവിൻ്റെ തനി അവതാരമാണ്, പിതാവിൻ്റെ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുക. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വം, ദൈവപുത്ര സ്ഥാനം എടുത്തു കാണിക്കുന്ന സംഭവം കൂടിയാണ്. വെളിപ്പെടുത്തലാണ്, അടയാളമാണ് സ്വീകരിക്കാൻ സന്നദ്ധയുള്ളവർക്ക്. യഹൂദ നേതാക്കന്മാർക്ക് അത് സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം യേശു പറഞ്ഞത് സത്യമല്ല, യേശു നുണയാണല്ല, ഒരു ദൈവദൂഷണമാണെന്നാണ് മനസ്സിലാക്കുക. യേശു തൻ്റെ സ്വത്വം വെളിപ്പെടുത്തിയപ്പോൾ അത് ദൈവദൂഷണമായി കണക്കാക്കി അവനെ വധിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നും അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുക? യേശു ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നതിന് പകരം അവൻ ദൈവദൂഷകനാണെന്ന് പറഞ്ഞ് അവനെ സ്വീകരിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും വധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊരു മതഭീകരത എന്നല്ലാതെ സത്യാന്വേഷണം എന്ന് പറയാനാവുകയില്ല. ഇവിടെ 5-ാമത്തെ അധ്യായത്തിൽ യേശു കൊടുക്കുന്ന അടയാളം ഇതാണ്. പിതാവിൻ്റെ സ്വത്വമാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുക. ഞാനും പിതാവും ഒന്നാണ് എന്ന് എന്നോട് അറിയും.
പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിലൂടെ പ്രകടമാകുന്നു. ആ പിതാവിൻ്റെ പ്രവർത്തനമാകട്ടെ ജീവൻ നൽകുന്നതാണ്. ഇപ്പോൾ സാപത്താചരണം എന്ന ഈ മതാചാരം മനുഷ്യന് താങ്ങാനാവാത്ത ഭാരമായി മാറിയത് ഏതു മതമാണെങ്കിലും ഏതു നിയമമാണെങ്കിലും മനുഷ്യനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. അല്ലാതെ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും രീതിയിൽ മതത്തെ മനുഷ്യൻ താങ്ങാനാവാത്ത ചുമടാക്കി ഊരാക്കുടുക്കിൽ പെടുത്തുന്നതായിരിക്കരുത്. സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. തോന്നിയവർ ജീവിക്കുകയല്ല, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി നിവർന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്ന, സാപത്ത് നന്മ ചെയ്യാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. മതം മനുഷ്യന് മയക്കുന്ന കറുപ്പാണെന്ന് പറയാറുണ്ട്, താങ്ങാനാവാത്ത ഭാരമാണെന്ന് പറയാറുണ്ട്. അതെല്ലാം വഴിതെറ്റി പോകുന്നതുകൊണ്ടാണ്. മതം റിലിജൻ എന്നാണ് ഇവിടെ എറിയിലേഗാരെ ഒരുമിച്ച് ചേർക്കുക, ബന്ധിപ്പിക്കുക, പരസ്പര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ് റിലിജൻ. ദൈവത്തോടും മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന, മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, അടിമകളാക്കുന്നതല്ല, സ്നേഹത്തിൻ്റെതായ ശൃംഖലയിൽ ബന്ധിക്കുന്ന, ഞങ്ങളെല്ലാം സഹോദരങ്ങളാണ്, കാരണം നമ്മൾ ഒരേ പിതാവിൻ്റെ മക്കളാണെന്ന ബോധ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം മതവും മതനിയമങ്ങളും. അതില്ലെങ്കിൽ ഇവിടെ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനെ ദൈവദൂഷകനായി ചിത്രീകരിച്ച് വധിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഈ 5-ാമത്തെ അധ്യായം നമ്മൾ തുടർന്ന് വായിക്കുക. എത്ര ശക്തമായിട്ടാണ് ഈ സംഘട്ടനം നീങ്ങുന്നത്. അവസാനം 46-47 വാക്യങ്ങൾ പ്രകാരം കാണും. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നില്ല, എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ്. അടയാളത്തിലൂടെ പിതാവിനോടുള്ള തുല്യത പ്രകടമാക്കുന്ന പിതാവിൻ്റെ പ്രവർത്തനങ്ങളാണ് യേശു ഇവിടെ ചെയ്യുന്നത്. ആ പ്രവർത്തനമാകട്ടെ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്. ആരും തളർന്നു പോകരുത്, നിരാശയിൽ ആണ്ടുപോകരുത്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ കഴിയരുത്. ഈ 38 വർഷമായി തളർവാദിയായി രോഗിയെ കിടന്നതുപോലെ നമ്മളും അങ്ങനെ ആയിപ്പോകാം. പക്ഷേ വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ സംഭവിക്കാവുന്നതാണ്. എനിക്കാരുമില്ല എന്നൊരു ചിന്ത, വെള്ളമിളകുമ്പോൾ കുളത്തിലിറക്കാൻ എനിക്കാരുമില്ല എന്നുള്ള ആ നിസ്സഹായ മനോഭാവം നമ്മളെ ഒരുപക്ഷെ കടന്നുകൂടിയിട്ടുണ്ടാകും. എനിക്ക് സാധ്യമല്ല, നിനക്ക് കഴിയും, യു ക്യാൻ ഡു ഇറ്റ്. ദൈവം നിൻ്റെ കൂടെയുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാണ്, വിലപ്പെട്ടവനാണ്, നിനക്ക് സാധിക്കും, നിൻ്റെ കിടക്കയും എണീറ്റ് നടക്കുക. അപ്പോൾ നിഷ്ക്രിയത്വത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് എണീക്കാനായിട്ടുള്ളൊരു ആഹ്വാനം കൂടിയാണ്. കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, എനിക്ക് നൽകുന്ന ആന്തരിക ശക്തിയെക്കുറിച്ച് എനിക്ക് അവബോധം ഉണ്ടാകണം. എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തുമാകട്ടെ നിറവേറ്റാനുള്ള ശക്തി അവിടെ എനിക്ക് തരും. ആ ഒരു ബോധ്യം എനിക്കുണ്ടാകണം. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിസ്സഹായരാണെന്ന് നിഷ്ക്രിയരായിട്ടിരിക്കരുത്. യേശു ചോദിക്കുന്നില്ലേ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആകെപ്പാടെ 5 അപ്പമേ ഉള്ളൂ. അപ്പോൾ ഈ 5 കൊണ്ടുവരിക, ഉള്ളത് കൊടുക്കാൻ തയ്യാറാകുക. നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീ പ്രവർത്തിക്കുമ്പോൾ ആ കഴിവ് ദൈവം വികസിപ്പിക്കുന്ന നിനക്ക് ആവശ്യമായി തരും, നിനക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിരാശയ്ക്ക് അടിപ്പെട്ടു പോകാതെ, എനിക്കാരുമില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കാതെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഉണരുക. ഞാൻ കൂടെ ഉണ്ടാകും. അതാണല്ലോ യേശു പറഞ്ഞു, ഞാൻ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, ലോകാവസാനം വരെ എല്ലാ ദിവസവും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ യേശുവാണ് നിന്നോടും പറയുക, എണീറ്റ് കിടക്കയും എടുത്ത് നടക്കുക. നിസ്സഹായനല്ല, നിസ്സാരനല്ല, നീ നിരാശനാകേണ്ടതുമില്ല, നിനക്ക് തുണ ഞാനുണ്ട്. യേശു ഇന്ന് എവിടെയാണ്? എൻ്റെ ഉള്ളിലാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ആ കൂടെ ഉണ്ടായിരിക്കുന്ന യേശുവാണ് പറയുക, എണീറ്റ് നടക്കുക. കന്യവാന സ്നേഹമായ ദൈവമേ, നിരാശയിലാണ്ടുപോകുന്ന, ഭാവിയെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയിൽ കഴിയുന്ന ഞങ്ങളെ, ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളുടെ ലോകത്തെ കടാക്ഷിക്കണമേ. 38 വർഷമായി തളർവാദ രോഗിയായി കരുണ യാചിച്ച് കരുണാലയത്തിൻ്റെ വാതിൽക്കൽ കിടന്ന വ്യക്തിക്ക് കരുണ ലഭിക്കാതിരുന്നപ്പോൾ അവിടുന്നാണല്ലോ യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്ന് അവന് കരുണ നൽകിയത്. അങ്ങയുടെ കാരുണ്യം അവന് കരുത്തായി മാറി, ഉൾക്കരുത്ത് നൽകി. അങ്ങയുടെ ശക്തി അവൻ തിരിച്ചറിഞ്ഞു. അതുപോലെ ഞങ്ങൾക്കും അങ്ങയുടെ കാരുണ്യം കരുത്തായി തിരിച്ചറിയാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള കൃപ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.